ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രജിനാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കാൻ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സിനും നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ തയ്യാറാക്കി എടുക്കില്ല, അതേമാതിരി തന്നെ തയ്യാറാക്കിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേമാതിരി പ്ലേറ്റിലേക്കൊക്കെയാണ് ഇടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതേമാതിരി നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ചുകൂടി എണ്ണ തടവിയ ശേഷം ഇതേമാതിരി ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. ഞാൻ എല്ലാതും ഇതേമാതിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് അമ്മിണി കൊഴുക്കട്ട എന്നുകൂടി പറയാറുണ്ട്. ഇപ്പോൾ എല്ലാതും ഇതേമാതിരി ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു പൗഡർ റെഡിയാക്കണം. ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 വറ്റൽമുളക് കൂടി ചേർക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് 20 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയ ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അവസാനമായി ഇതിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടുകൂടി സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കൂടാതെ വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.